Hello, good morning. Today I am going to explain the topic one gene, one enzyme hypothesis. Actually, it states that one gene encode or produces an enzyme, or one gene is responsible for the production of a one enzyme. That is called one gene, one enzyme hypothesis. So when we move into the history of this one gene, one enzyme hypothesis, actually the hint for one gene, one enzyme hypothesis was given by uh, Archibald Garrod. Actually, he's an English medical doctor. He given a hint for one gene, one enzyme hypothesis. And he took an example of alkaptonuria. Actually, alkaptonuria is a genetic disease, and that genetic disease is a autosomal recessive disease. So actually, it is a metabolic disease. Those patients with alkaptonuria produce black urine because they can't able to break down a chemical compound alkaptone. It's a colorless compound, a colored compound. So those patients with alkaptonuria cannot able to break alkaptone, which is a colored compound, into an colorless compound. So due to the presence, due to the accumulation of alkaptone in the urine turn black in color. So by taking that example, he says that during alkaptonuria is a metabolic disease that may be due to a mutation in the gene which break alkaptone into colorless compound. So from this data, another two scientists, that is Beadle and Tatum, discovered or proved one gene can able to produce an enzyme, that is one gene, one enzyme hypothesis. So ഇവിടെ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജീനാണ് ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജീനാണ് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നത് എന്നാണ്. ആ ഹൈപ്പോത്തസിസിന് ആദ്യമായി അങ്ങനെ ഒരു ഹൈപ്പോത്തസിസിന് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളതിന് സൂചന തന്നത് ആർക്കിബാൾഡ് ഗാരോഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മെഡിക്കൽ ഡോക്ടറാണ്. അയാള് ഹ്യൂമൻ ബീങ്ങിൽ ഒരു ഡിസീസ് നോട്ട് ചെയ്ത് ആൽക്കപ്റ്റോനൂറിയ എന്ന് പറയുന്ന മെറ്റബോളിക് ഡിസീസ് ആണ്. അങ്ങനത്തെ പേഷ്യന്റ് ബ്ലാക്ക് യൂറിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം അവരെ ആ യൂറിനിൽ ആൽക്കപ്റ്റോൺ എന്ന് പറയുന്ന കളേർഡ് കോമ്പൗണ്ടിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. സാധാരണ ആളുകളിൽ അങ്ങനെ ബ്ലാക്ക് യൂറിൻ ഉണ്ടാവില്ല. കാരണം സാധാരണ ആളുകളിൽ ആൽക്കപ്റ്റോൺ എന്ന് പറയുന്ന കളേർഡ് കോമ്പൗണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കളർലെസ് കോമ്പൗണ്ട് ആക്കുന്ന എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന് മ്യൂട്ടേറ്റഡ് ആണ് അല്ലെങ്കിൽ ആയിരിക്കും എന്നുള്ള സൂചനയിലൂടെയാണ് ആർക്കിബാൾഡ് കരോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു ജീനാണ് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നത് എന്നുള്ള ആശയം കൊണ്ടുവന്നത്. അതിനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ബീഡിൽ ആൻഡ് ടാറ്റം. അവർ രണ്ടുപേരും ഇമേജ് ആണ് ഇവിടെ കൊടുത്തത്. ജോർജ് ബീഡിൽ ആൻഡ് എഡ്വേർഡ് ടാറ്റം 1940 ഇവർ പ്രൂവ് ചെയ്തത്. ഓക്കെ, 40-45 ആ റേഞ്ചിലാണ്, ആ കാലഘട്ടത്താണ് പ്രൂവ് ചെയ്തത്. അപ്പം വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് പറയുന്നത് ഒരു ജീനാണ് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നതെന്നാ. ഇവര് അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് ഒരു ഫംഗസിനെ യൂസ് ചെയ്തിട്ടാണ്. അതൊരു ആസ്കോമൈസീറ്റിലെ ഫംഗസ് ആണ്. അതിന്റെ പേര് ന്യൂറോസ്പോറ ക്രേസ എന്ന് പറയുന്ന ഫംഗസ് വെച്ചിട്ടാണ് അവർ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അവരെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് നോക്കാം. ഓക്കെ, ഈ ഫംഗസുകളുടെ പ്രത്യേകത, ഈ ഫംഗസുകൾ രണ്ട് മീഡിയത്തിലും വളരും. ഏതൊക്കെ മീഡിയം? ഒന്ന് മിനിമൽ മീഡിയം. മിനിമൽ മീഡിയം എന്ന് പറഞ്ഞാല് ഷുഗർ ഉണ്ടാവും. അതില് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, C6H12 കാർബണോ ഹൈഡ്രജനോ ഓക്സിജനോ ഒക്കെ ഉണ്ടാവും. ഷുഗർ ഉണ്ട്,
സോൾട്ട് ഉണ്ട്, അതുപോലെ ബയോട്ടിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ ഉണ്ട്. ഇത് മാത്രമുള്ള മീഡിയത്തിനാണ് മിനിമൽ മീഡിയം എന്ന് പറയാം. ഈ മീഡിയത്തിൽ സാധാരണ ഈ ന്യൂറോസ്പോറ ക്രേസ് ഒക്കെ വളരാൻ പറ്റും. അങ്ങനെ വളരുമ്പോൾ ഇവിടുത്തെ ഷുഗറും സോൾട്ടും അതുപോലെ വൈറ്റമിൻ എന്ന് പറഞ്ഞ ബയോട്ടിനും ഉപയോഗിച്ച് ആ ഫംഗസ് അതിനാവശ്യമുള്ള എല്ലാ അമിനോ ആസിഡുകളും അത് സ്വന്തമായി ഉണ്ടാക്കും. അങ്ങനെ അത് വളരെ ലക്ഷൂറിയന്റ് ആയിട്ട് മിനിമൽ മീഡിയത്തിൽ വളരും. ഇനി കംപ്ലീറ്റ് മീഡിയത്തിലും ഈ ന്യൂറോസ്പോറ വളരും. എന്താ മിനിമൽ മീഡിയം കംപ്ലീറ്റ് മീഡിയം തമ്മിൽ വ്യത്യാസം? കംപ്ലീറ്റ് മീഡിയം എടുത്താൽ അവിടെ ഷുഗർ ഉണ്ട് അപ്പുറത്തുള്ള പോലെ, മിനിമൽ മീഡിയത്തുള്ള പോലെ, സോൾട്ടും ഉണ്ട് മിനിമൽ മീഡിയത്തിലുള്ള പോലെ. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് അമിനോ ആസിഡ്, ബയോട്ടിൻ അല്ല എല്ലാ ടൈപ്പ് വൈറ്റമിനും ഉണ്ട്. ഇവിടെ ബയോട്ടിൻ വൈറ്റമിൻ മാത്രമല്ല, ഇവിടെ എല്ലാ ടൈപ്പ് വൈറ്റമിനും ഉണ്ട്. പ്ലസ് ഇവിടെ എല്ലാ ദിവസവും അമിനോ ആസിഡ്, പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമായ അമിനോ ആസിഡ് ഇതിലുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ വ്യത്യാസം, ഇവിടെ എല്ലാ വൈറ്റമിൻസും ഉണ്ട്, ഇവിടെ എല്ലാ അമിനോ ആസിഡും, അത് ഇവിടെ ഇല്ല. ഇവിടെ ആകെ ബയോട്ടിൻ എന്ന വൈറ്റമിൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ രണ്ടിലും വളരാൻ കാരണം എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഇവിടെ കംപ്ലീറ്റ് മീഡിയത്തിൽ ഈ ഫംഗസിന് ന്യൂറോസ്പോറൊക്കെ ഒന്നും സ്വന്തമായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ തന്നെ അത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. എന്നാൽ ഈ മിനിമൽ മീഡിയത്തിൽ ഈ ഫംഗസ് ഉണ്ടെങ്കിൽ ആ ഫംഗസ് എന്ത് ചെയ്യും, ഇവിടെ ഇല്ലാത്ത എല്ലാ വൈറ്റമിൻസും, ഇവിടെ ഇല്ലാത്ത കംപ്ലീറ്റ് മീഡിയത്തിൽ ഇല്ലാത്ത വൈറ്റമിൻസും കംപ്ലീറ്റ് മീഡിയത്തിൽ ഇല്ലാത്ത അമിനോ ആസിഡും മിനിമൽ മീഡിയത്തിൽ വളരുന്ന ഫംഗസ് സ്വന്തമായി ഉണ്ടാക്കും. അതിന്റെ ഫലമായി മിനിമൽ മീഡിയത്തിൽ വളരും. കംപ്ലീറ്റ് മീഡിയത്തിൽ അവർക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഉണ്ട്, അത് ഉപയോഗിച്ച് അവർ വളരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ട് മീഡിയത്തിലും വളരുന്ന അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് പോകാം. എക്സ്പെരിമെന്റിൽ വീഡിലാണ് ടാറ്റൻ ചെയ്തത്. ആദ്യം ഒരു ന്യൂറോസ്പോറ എന്ന് പറയുന്ന ഫംഗസിന്റെ സ്പോറുകൾ എടുത്ത്, കണ്ടോ പച്ച കളറിൽ ഇവിടെ വരച്ചിട്ടേ ഉണ്ട്, ആ സ്പോറിലേക്ക് എക്സ്റേ ഒരു ഫിസിക്കൽ മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്തു, എക്സ്റേ കൊടുത്തു. എക്സ്റേ കൊണ്ട് ഇറാഡിയേറ്റ് ചെയ്ത്, റേഡിയേഷൻ കൊടുത്തു, എക്സ്റേ ഇറാഡിയേഷൻ. അപ്പൊ റേഡിയേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോ ചില സ്പോറിൽ മ്യൂട്ടേഷൻ സംഭവിക്കാം, ചിലതിൽ മ്യൂട്ടേഷൻ സംഭവിക്കാതിരിക്കാം, അതൊക്കെ ചാൻസ് ആണ്, പറയാൻ പറ്റില്ല. അങ്ങനെ റേഡിയേഷൻ കൊടുത്ത സ്പോറുകൾ, ഓക്കെ, അപ്പൊ അതിൽ താഴെ തന്നെ കൊടുത്തോണം സം സ്പോർസ് ഹാവ് റാൻഡം മ്യൂട്ടേഷൻ, അല്ലെ, സ്പോറുകളിൽ മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടാകാം, വരാതിരിക്കാം, അതൊക്കെ ഓക്കെ. അങ്ങനത്തെ സ്പോർ അവിടെ താഴെ കൊടുത്ത്, അങ്ങനത്തെ സ്പോറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വളർത്തി നോക്കുകയാണ്. എങ്ങോട്ടാ വളർത്തുന്നത്? അങ്ങനത്തെ ഈ പച്ച കളർ എക്സ്റേ റേഡിയേഷൻ കൊടുത്ത സ്പോറുകളെ എടുത്ത് കണ്ട് കംപ്ലീറ്റ് മീഡിയം നിറച്ചു വെച്ച ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി. അങ്ങനെ ടെസ്റ്റ് ട്യൂബിലേക്ക് 3 ടെസ്റ്റ് ട്യൂബ് ഇവിടെ കൊടുത്തു. ഇവിടെ 3 ടെസ്റ്റ് ട്യൂബ് കൊടുത്തു. ഉദാഹരണത്തിന് 3 ടെസ്റ്റ് ട്യൂബ് കൊടുത്താണ്, അല്ലേ? ഇങ്ങനെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എല്ലാ സ്പോറുകളും നല്ലപോലെ ജെർമിനേറ്റ് ചെയ്ത് ഫംഗസുകളായി മാറി. ന്യൂറോസ്പോർ എന്നാണ് ഫംഗസ്. അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് മീഡിയത്തിൽ വളർന്നു. കാരണം എന്താ? കംപ്ലീറ്റ് മീഡിയത്തിൽ എല്ലാ സാധനങ്ങളും റെഡിമെയ്ഡ് ആയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് വളർന്നു. ഇനി അങ്ങനെ കംപ്ലീറ്റ് മീഡിയത്തിൽ വളർന്ന ഫംഗസുകളുടെ സ്പോർ എടുത്ത്, ഓക്കെ, എന്നിട്ട് അവരെ എങ്ങോട്ടേക്ക് മാറ്റി? താഴെ കണ്ട അടുത്ത 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, അതേതാ? മിനിമൽ മീഡിയമാണ്. അതിൽ എന്തൊക്കെയുള്ളൂ? ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, ബയോട്ടിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ മാത്രമേ ഉള്ളൂ, അമിനോ ആസിഡും മറ്റു വൈറ്റമിൻസ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെ മാറ്റിയപ്പോ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ഫംഗസുകൾ നല്ലപോലെ വളരുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചില്ല. അതുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് മീഡിയത്തിലും, നേരത്തെ ഉള്ള കംപ്ലീറ്റ് മീഡിയത്തിലും വളർന്നു, ഇപ്പൊ ഉള്ള മിനിമൽ മീഡിയത്തിലും വളർന്നു. ഈ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലുള്ള ഫംഗസുകൾ എടുത്തപ്പം അവരും നല്ലപോലെ വളരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവരും മിനിമൽ മീഡിയത്തിലും വളരുന്നുണ്ട്, നേരത്തെ കംപ്ലീറ്റ് മീഡിയത്തിലും വളർന്നാണ്. എന്നാൽ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് എടുത്തപ്പം അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ മനസ്സിലാക്കുക, അതിലെ മിനിമൽ മീഡിയം എടുത്തപ്പോൾ ഫംഗസ് വളരുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഇതിലുള്ള സ്പോർ, അപ്പൊ ഇതിലുള്ള ഫംഗസുകളുടെ സ്പോറിന് മ്യൂട്ടേഷൻ സംഭവിച്ചിരുന്നു. ആ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് അവര് മ്യൂട്ടന്റ് പറയിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ എക്സ്റേ കൊടുത്തപ്പം കുറച്ച് സ്പോർ മ്യൂട്ടേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അത് കിടക്കുന്ന ഈ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ്. അപ്പൊ ഈ മ്യൂട്ടേറ്റഡ് ഫംഗസിന്റെ പ്രത്യേകത, അത് കംപ്ലീറ്റ് മീഡിയത്തിൽ വളർന്നിരുന്നു നേരത്തെ, കണ്ടോ ഈ പച്ച വളർന്നിരുന്നു, പക്ഷെ മിനിമൽ മീഡിയത്തിൽ വളരുന്നില്ല. അപ്പൊ അത് മ്യൂട്ടന്റ് ആണ്. ഇനി എന്തുകൊണ്ട് വളരുന്നില്ല നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത സ്ലൈഡിൽ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ മ്യൂട്ടന്റ് ആയിട്ടുള്ള, കണ്ടോ ഇതാണ് മ്യൂട്ടന്റ്, അല്ലെ? കംപ്ലീറ്റ് മീഡിയത്തിൽ വളർന്നിരുന്നു, അത് മിനിമൽ മീഡിയത്തിൽ വളർന്നിട്ടില്ല. നേരത്തെ ഡയഗ്രാം കണ്ടോ, ഈ ബോക്സ് മേലത്തെ കംപ്ലീറ്റ് മീഡിയത്തിൽ വളർന്നു, മിനിമൽ മീഡിയത്തിൽ വളർന്നിട്ടില്ല. ഇപ്പൊ മ്യൂട്ടേഷൻ സംഭവിച്ചതാണ്. ആ ബോക്സ് ഇങ്ങോട്ട് മാറ്റി വരച്ചെന്നുള്ളൂ, കണ്ടോ? ഇനി നമ്മൾ ചെയ്യുന്നത് ആ മ്യൂട്ടേഷൻ, അല്ലെ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലെന്താ ഇല്ലാത്തത്? ഇതിൽ
വൈറ്റമിൻസും ഇല്ല അല്ലെ. മിനിമൽ മീഡിയത്തിന്റെ പ്രത്യേകത കംപ്ലീറ്റ് മീഡിയവും മിനിമൽ മീഡിയവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് മീഡിയത്തിൽ ഉള്ള അമിനോ ആസിഡും കംപ്ലീറ്റ് മീഡിയത്തിലുള്ള വൈറ്റമിൻസും മിനിമൽ മീഡിയത്തിൽ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ മ്യൂട്ടന്റ് എന്തുകൊണ്ടാണ് വളരാത്തത്. ഒന്നുകിൽ ആ മ്യൂട്ടന്റിന് അമിനോ ആസിഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല സ്വന്തമായിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വൈറ്റമിൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് അവരവിടെ വളരാത്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ അടുത്ത ചെയ്ത് ഈ മ്യൂട്ടന്റ് വെറൈറ്റിനെ എടുത്തുകാണ്ട് മിനിമൽ മീഡിയത്തിലിട്ട് അതിൽ എന്തുണ്ട് എല്ലാ വൈറ്റമിൻസും മിനിമൽ മീഡിയത്തിൽ നമ്മൾ എക്സ്ട്രാ എല്ലാ വൈറ്റമിൻസും ആഡ് ചെയ്ത് നോക്കി. അതുപോലെ അടുത്ത മിനിമൽ മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്ത് വൈറ്റമിൻസിന് പകരം മിനിമൽ മീഡിയം പ്ലസ് 20 ടൈപ്പ് അമിനോ ആസിഡും ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് അറിയണല്ലോ അത് വൈറ്റമിൻ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അമിനോ ആസിഡ് ഇല്ലാത്തതുകൊണ്ടാണോ അത് വളരാത്തതെന്ന് അറിയണ്ടേ മിനിമൽ മീഡിയത്തിൽ. അതല്ലേ മിനിമൽ മീഡിയത്തിൽ ഇല്ലാത്തത്. അങ്ങനെ വളർത്തി നോക്കിയപ്പോ മിനിമൽ മീഡിയം പ്ലസ് വൈറ്റമിൻസ് അതിലിട്ട് വളർത്തി നോക്കിയപ്പോ ഫംഗസ് വളരണില്ല, മ്യൂട്ടന്റ്. അപ്പം നമുക്ക് മനസ്സിലായി മ്യൂട്ടന്റിന് വേണ്ടത് എന്താണ്, അമിനോ ആസിഡ് ആണ്. അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് മിനിമൽ മീഡിയം പ്ലസ് 20 അമിനോ ആസിഡ് ഇട്ട് കൊടുത്ത്, അപ്പം മ്യൂട്ടന്റ് വളർന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം ഈ മ്യൂട്ടന്റിന് എന്ത് കഴിവായില്ലാത്തത്, 20 അമിനോ ആസിഡിൽ ഏതോ ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കാൻ കഴിവില്ല, അതുകൊണ്ടാണ് അത് മിനിമൽ മീഡിയത്തിൽ വളരാത്തത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഈ 20 അമിനോ ആസിഡ് ഏത് അമിനോ ആസിഡ് ആണ് ഈ മ്യൂട്ടന്റിന് ഉണ്ടാക്കാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് 20 ടെസ്റ്റ് ട്യൂബ് കൊണ്ട് എടുക്കുക, 20 ടെസ്റ്റ് ട്യൂബിൽ മിനിമൽ മീഡിയ നിറച്ചു വെക്കുക. നമുക്കറിയാം മിനിമൽ മീഡിയത്തിൽ ഇത് വളരൂല. എന്നിട്ട് ഓരോരോ ടെസ്റ്റ് ട്യൂബിലും 20 അമിനോ ആസിഡിൽ ഒരു അമിനോ ആസിഡ്, ഇവിടെ മിനിമൽ മീഡിയം പ്ലസ് ഗ്ലൈസിൻ ഒരു അമിനോ ആസിഡ്, ഇവിടെ മിനിമൽ മീഡിയം പ്ലസ് ഫിനൈൽ അലനിൻ കണ്ടോ, ഇവിടെ മിനിമൽ മീഡിയം പ്ലസ് അലനിൻ, അങ്ങനെ 20 ടെസ്റ്റ് ട്യൂബിലും മിനിമൽ മീഡിയം നിറച്ചിട്ട് ഓരോ ടെസ്റ്റ് ട്യൂബിലും ഒരു അമിനോ ആസിഡും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലെല്ലാം ഈ മ്യൂട്ടന്റിന്റെ സ്കോർ കൊണ്ടിട്ടപ്പോ ഓക്കെ 1, 2, 3, 4, 5, 6, 7 ആദ്യത്തെ 7 എണ്ണത്തിലും ഫംഗസ് വളരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ആദ്യത്തെ അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫംഗസിന് മ്യൂട്ടേറ്റഡ് ആയ ഫംഗസിന് ഉണ്ടാക്കാൻ കഴിയാത്ത അമിനോ ആസിഡ് ഗ്ലൈസിനോ ഫിനൈൽ അലനിനോ ഹിസ്റ്റിഡിനോ ട്രിപ്റ്റോഫാനോ സെറൈനോ മിത്തനോ ഒന്നുമല്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഫംഗസ് മിനിമൽ മീഡിയം പ്ലസ് ആർജിനിൻ എന്ന്, മിനിമൽ മീഡിയം പ്ലസ് ആർജിനിൻ മാത്രം വെച്ചിട്ടുള്ള മിനിമൽ മീഡിയത്തിൽ ഈ ഫംഗസ് വളരുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ ഫംഗസ്, ഈ മ്യൂട്ടന്റ് ആയ ഫംഗസ് മിനിമൽ മീഡിയത്തിൽ വളരാതിരിക്കാൻ കാരണം എന്താ, അതിന് ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാക്കാനുള്ള കഴിവാണ് അത് നഷ്ടപ്പെട്ടു പോയത്, മ്യൂട്ടേഷൻ സംഭവിച്ചപ്പോ. അപ്പൊ അതിന് മ്യൂട്ടേഷൻ എവിടെ സംഭവിച്ചത്, ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈമിനാണ് മ്യൂട്ടേഷൻ വന്നതെന്ന് ഇവര് തെളിയിച്ചു. അപ്പൊ ഇതിലൂടെ ഇവർക്ക് എന്ത് മനസ്സിലായി, ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഒരു എൻസൈമായ ആർജിനിൻ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈമിന്റെ പ്രൊഡക്ഷൻ നിൽക്കും അല്ലെ. അപ്പം അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കി, ഒരു ജീന് മ്യൂട്ടേറ്റ് ആയപ്പോൾ ആർജിനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഇല്ലാതായി. അതിന്റെ അർത്ഥം വൺ ജീൻ produces or code for the production of one enzyme. Okay, അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നാണ് എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്തത് ഒരു ജീന് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നുണ്ട് എന്ന് ബീഡിലാൻഡ് ആറ്റം. ഓക്കെ, ഇതിന്റെ സ്റ്റെപ്പുകളാണ് ഞാൻ ഇവിടെ കൊടുത്തത്. കണ്ടോ, ബീഡിലാൻഡ് ആറ്റം ന്യൂറോസ്പോറിനെ എക്സ്റേ വെച്ച് റേഡിയേറ്റ് ചെയ്തതിനു ശേഷം അവരെ രണ്ടാമത്തെ പോയിന്റ് കംപ്ലീറ്റ് മീഡിയത്തിൽ വളർത്തി. പിന്നെ കംപ്ലീറ്റ് മീഡിയത്തിൽ എല്ലാവരും വളർന്നു, അതിനെ മിനിമൽ മീഡിയത്തിൽ കൊണ്ടുപോയിട്ട് അപ്പൊ ചില ഫംഗസുകൾ മാത്രം വളരുന്നില്ല. ഓക്കെ, അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തത്, അങ്ങനെ വളരാത്ത മ്യൂട്ടന്റിനെ നമ്മൾ അമിനോ ആസിഡും വൈറ്റമിനും വെച്ച് ടെസ്റ്റ് ചെയ്തപ്പം അത് അമിനോ ആസിഡിന്റെ സിന്തസിസ് ബ്ലോക്ക് ചെയ്താന്ന് മനസ്സിലായി. ഏത് അമിനോ ആസിഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 20 അമിനോ ആസിഡും സെപ്പറേറ്റ് ആയിട്ടുള്ള 20 ടെസ്റ്റ് ട്യൂബിലെ മിനിമൽ മീഡിയത്തിൽ ആഡ് ചെയ്തിട്ട് അതില് വളർത്തി നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ സിന്തസിസ് ആണ് ഈ മ്യൂട്ടന്റിൽ ബ്ലോക്ക് ആയത്. കാരണം അവിടെ മ്യൂട്ടേറ്റ് ആയ ജീന് ആർജിനിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന എൻസൈമിനെ കോഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലായി ഒരു ജീന് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടുന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതാണ് ബീഡിലാൻഡ് ആറ്റത്തിന്റെ എക്സ്പെരിമെന്റ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിൽക്കാലത്ത്
മനസ്സിലാക്കി ഒരു ജീന് ഒരു എൻസൈമിനെ കോഡ് ചെയ്യും, കൂടാതെ ഒരു ജീന് ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്നു മനസ്സിലാക്കി. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ് എന്ന് വിളിച്ചു. ഓക്കെ.